നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ ഈ പുതിയ വർഷത്തിൽ 2026 വർഷത്തിലെ ആദ്യത്തെ മാസമാണ്. സാമ്പത്തികമായി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസം തന്നെയാണ്. കാരണം തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്നൊരവസ്ഥയാണ്. കർമാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നാൽ അഷ്ടമത്തിലാണ് വ്യാഴം. ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന, പാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് അലസതയൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. നിരാശ, അലസത, ഒരു കാര്യത്തിനും ശുഭപ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ സ്വയം തന്നെ മാറ്റിയെടുക്കണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് അല്ലെങ്കിൽ എള്ളോ പായസം ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മാനസികമായിട്ടുള്ള നിരാശയൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കർമാധിപതി സഹായസ്ഥാനത്ത് നിൽക്കുന്നത് 15-ാം തീയതിക്ക് ശേഷമാണ്. 15-ാം തീയതി വരെ 2ാം ഭാവത്തിലാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ധനം രക്ഷാസ്ഥാനത്ത് ബുധനോട് ചേർന്ന് നിപുണായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് കിട്ടും. അതേപോലെ തന്നെ 15-ാം തീയതി ചൊവ്വയും സഹായസ്ഥാനത്ത് ഉച്ചബലവാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉച്ചബലവാനായിട്ട് പൂർണ്ണ ബലവാനായിട്ട് ലഗ്നാധിപതി വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഗുണം എന്തായാലും ഉണ്ടാകും. മാത്രമല്ല നിവർത്തി സ്ഥാനാധിപതിയും സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബുധനും കൂടി വരും. അപ്പോൾ ബുധൻ അവിടെ നിപുണായോഗം, ബുധശുക്രയോഗം, രംഗായോഗം മുതലായിട്ടുള്ള യോഗങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല സഹായങ്ങളും സഹോദര ഗുണവും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഗവൺമെൻറ് ജോലി കാത്തിരിക്കുന്നവർക്കൊക്കെ നിയമനം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. പക്ഷേ 4ാം ഭാവത്തിൽ രാഹുവാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള രോഗങ്ങൾക്കും യോഗമുള്ളൊരു സമയമാണ്. മാത്രമല്ല 4ാം ഭാവത്തിൽ പാപയോഗം വരുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ വരിക, അസ്വസ്ഥത ഉണ്ടാവുകയൊക്കെ ചെയ്യും. എന്നാൽ അതുമാത്രമല്ല വീടിൻ്റെമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗത്തെ ചെയ്ത് 4ാം ഭാവാധിപതി 5-ലാണ് നിൽക്കുന്നത്. പിന്നെ വീട് മാറ്റം പോലെയുള്ള കാര്യങ്ങൾ, സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും. പക്ഷേ കുറച്ച് കഷ്ടപ്പാടും ദുരിതമൊക്കെ അഷ്ടമവ്യാഴത്തിൻ്റെതായിരിക്കുന്നൊരു പ്രശ്നമാണ്. ലഗ്നാധിപതി ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയുടെ ശത്രുവായിട്ട് നഷ്ടസ്ഥാനത്ത് പോയി ഇന്ന് ലഗ്നാധിപതി വ്യാഴം ദൃഷ്ടി ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അത് കുറച്ച് പ്രഷർ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കും 17-ാം തീയതി, 15-ാം തീയതി വരെ. 15-ാം തീയതി കഴിഞ്ഞിട്ട് ചൊവ്വയുടെ മാറ്റത്തോട് കൂടിയിട്ട് നല്ല ഉയർച്ച, അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ഒരു സ്ഥാനചലനത്തിന് ആഗ്രഹിക്കുകയോ വിദേശയാത്രയോ അല്ലെങ്കിൽ വീട് വിട്ട് അന്യദേശത്ത് നിന്നിട്ട് തൊഴിലെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്താൽ ആ പരിശ്രമത്തിനൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കും. പക്ഷേ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. പിന്നെ 10ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കർമ്മത്തിൽ മുടക്കം വരാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. അപ്പം അത് കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസം ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.